നമസ്കാരം. പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും സാധാരണമായ ഒരു രോഗാവസ്ഥയാണ് പ്രമേഹം. പ്രമേഹ രോഗികളുടെ എണ്ണം ക്രമാതീതമായി കൂടുന്നു എന്നാണ് കണക്കുകൾ. അതോടൊപ്പം തന്നെ പ്രമേഹ പൂർവ്വ അവസ്ഥയിലുള്ളവരുടെ എണ്ണവും അത്ര അധികമാണ്. മറ്റ് അസുഖങ്ങൾ ചികിത്സിക്കുന്നതിനോ നിയന്ത്രിക്കുന്നതിനുള്ള ഗൗരവം ഭൂരിഭാഗം രോഗികളും പ്രമേഹത്തിന്റെ കാര്യത്തിൽ കാണിക്കാറില്ല എന്നതും വാസ്തവമാണ്. പ്രമേഹം തിരിച്ചറിയാത്തവരും തിരിച്ചറിഞ്ഞിട്ടും കൃത്യമായി നിയന്ത്രിക്കാത്തവരും അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങളാണ് ഇന്ന് ഡോക്ടറോട് ചോദിക്കുന്നത്. പ്രമേഹത്തെ എങ്ങനെ നിയന്ത്രിക്കാം, പ്രമേഹത്തിന്റെ സങ്കീർണതകൾ എങ്ങനെ കുറയ്ക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാം, വിദഗ്ധ ഡോക്ടർമാർ നമുക്കൊപ്പം ചേരുന്നു. തിരൂർ സേഫ് കെയർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റും ഒപ്പം മലപ്പുറം എഡ്യൂക്കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസസിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറുമായ ഡോക്ടർ ജയകൃഷ്ണൻ ബി, അദ്ദേഹത്തോടൊപ്പം വെൽമണ്ട് ഹോസ്പിറ്റലിലെ ചെയർമാനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ ഋഷി ജോർജ്, ഒപ്പം ഡോക്ടർ വിനു എബ്രഹാംസ് ക്ലിനിക്കിലെ സീനിയർ ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ വിനു എബ്രഹാം എന്നിവരാണ് നമുക്കൊപ്പം ഉള്ളത്. എല്ലാ ഡോക്ടർമാർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ ജയകൃഷ്ണൻ, ലോകാരോഗ്യ സംഘടനയുടെ വിവരങ്ങൾ പ്രകാരം അന്ധത, വൃക്കപരാജയം, ഹൃദ്രോഗം, പക്ഷാഘാതം, കാൽ മുറിച്ചു മാറ്റേണ്ടി വരുന്ന അവസ്ഥ എന്നിവയ്ക്കെല്ലാം കാരണമാകുന്നത് നിയന്ത്രണത്തിലല്ലാത്ത പ്രമേഹമാണ്. അത്ര അധികം ആളുകൾക്കാണ് വിവിധ തരം പ്രമേഹത്തിന്റെ സങ്കീർണതകൾ കൊണ്ട് ജീവൻ പോലും നഷ്ടമാകുന്നത്. എന്തുകൊണ്ടാണ് പ്രമേഹ നിയന്ത്രണം നടപ്പാക്കാൻ കഴിയാത്തത്? പ്രമേഹം നിയന്ത്രിക്കാൻ പ്രതിജ്ഞാബദ്ധത പുലർത്തുക എന്നത് തന്നെയാണ് പ്രമേഹം വഷളാകാതിരിക്കാനുള്ള ആദ്യവും പരമപ്രധാനവുമായ കാര്യം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഒരാളുടെ ശരീരത്തിന് സാധിക്കാതെ വരുമ്പോൾ പുറമേ നിന്ന് സഹായം തേടുന്നതാണല്ലോ ചികിത്സ. പ്രമേഹം കണ്ടെത്തിയാൽ ഉടൻ തന്നെ ചികിത്സ തുടങ്ങിയാൽ പ്രമേഹം മൂലമുണ്ടാകുന്ന ദൂഷ്യങ്ങളെ തടുത്തു നിർത്തുവാൻ നമുക്ക് സഹായവും. ഇക്കാര്യം ശാസ്ത്രീയമായ പഠനങ്ങൾ ആവർത്തിച്ച് ഉറപ്പിച്ചിട്ടുള്ളതാണ്. ചികിത്സിക്കാത്ത പ്രമേഹം ഹൃദ്രോഗം, പക്ഷാഘാതം, വൃക്കതകരാർ, നാഡീക്ഷതം അഥവാ ന്യൂറോപ്പതി, കാഴ്ചക്കുറവ് തുടങ്ങിയ ഗുരുതരമായ ദീർഘകാല സങ്കീർണതകളിലേക്ക് നയിച്ചേക്കാം. കാലക്രമേണ ഉയർന്ന രക്തത്തിലെ ഗ്ലൂക്കോസ് രക്തക്കുഴലുകളെ തകരാറിലാക്കുന്നു. ഇത് രക്തചംക്രമണം കുറയുന്നതിനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും അണുബാധിതകൾക്കും സാധ്യത വർദ്ധിപ്പിക്കുകയും നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ നഷ്ടങ്ങളിലേക്ക് നയിക്കും. അപ്പൊ തുടക്കത്തിൽ നമ്മൾ ചികിത്സയ്ക്ക് മുടക്കുന്ന ചെലവ് ഭാവിയിൽ നമ്മൾക്ക് വരുന്ന ഈ സങ്കീർണതകളെ തടയുവാനുള്ളതാണെന്നും അതുവഴി നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ആരോഗ്യത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഡിപ്പോസിറ്റ് ആണ് എന്നൊരു നിശ്ചയമാണെന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നാം ഉടൻ തന്നെ ചികിത്സ തുടങ്ങും. അതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമാണെന്ന് ഈ ഉള്ളവൻ കരുതുന്നു. ഡോക്ടർ, ഒരു അസുഖം പലതരം സങ്കീർണതകൾക്ക് കാരണമാകുന്ന അവസ്ഥയാണ് പ്രമേഹത്തിന്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സങ്കീർണതകളെ കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടോ അതോ ചികിത്സയോടുള്ള വിമുഖത കൊണ്ടോ മരുന്ന് ഒരുപാട് കാലം കഴിക്കാതെയൊക്കെ തുടരുന്നതുകൊണ്ടോ ഒക്കെയാണ് ഈ പറയുന്ന സങ്കീർണതകളിലേക്കൊക്കെ പോവുക. ഈ സങ്കീർണതകളെ എത്തരത്തിലാണ് നമുക്ക് വിശദീകരിക്കാൻ പറ്റുക? ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രമേഹ രോഗം ഉണ്ടെങ്കിൽ ഒത്തിരി ഒരു കോംപ്ലിക്കേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു എൻഡ് സ്റ്റേജ് വരെ നമ്മൾ അറിയത്തില്ല. ഒരു സെൽഫ് അവയർനെസ് ഇല്ലാത്ത കാരണവും ഷുഗറിൻ്റെ ലെവൽ, ഡയബറ്റീസിൻ്റെ ലെവൽ വളരെ കൂടുന്നുണ്ട്. പല പേഷ്യൻസും വന്ന് പറയാറുണ്ട്, സർ ഷുഗറൊക്കെ കൂടുതലാണ്, പക്ഷേ എനിക്കൊന്നും അറിയുന്നില്ല, ഞാൻ പെർഫെക്റ്റ്ലി ഫൈൻ ആണ്. പക്ഷേ ഇത് പയ്യെ നമ്മുടെ ശരീരത്തിൻ്റെ, നമ്മുടെ അസ്ഥികൾക്ക് പോലും ഇത് ബാധിക്കുന്നുണ്ട്. അപ്പം ഞാൻ ബേസിക്കലി ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ എഡ്യൂക്കേഷനാണ് ബിലീവ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ പേഷ്യൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രയോറിറ്റി. പ്രമേഹ പൂർവ്വ അവസ്ഥയിൽ അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള ആളുകളുടെ എണ്ണം അത്ര തന്നെ കൂടുതലാണ്. അത് തിരിച്ചറിയപ്പെടാത്ത ആളുകളുണ്ടാവും, അതിൽ കൂടുതലും യുവാക്കൾ കൂടിയാണ് എന്നുള്ളതാണ് ഒരു അവസ്ഥ. അപ്പോൾ ഡോക്ടർ, ഈ പ്രീ ഡയബറ്റിസ് എന്ന സ്റ്റേജ് എത്രത്തോളം പ്രധാനമാണ്? ഇന്ന് വന്നൊരു പേഷ്യൻ്റ്, പുള്ളി അദ്ദേഹം 10 വർഷമായിട്ട് ഡയബറ്റിക് ആണ്. അപ്പം കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് അദ്ദേഹം മരുന്നെടുക്കുന്നു. അപ്പം അദ്ദേഹത്തിന് കാഴ്ചയ്ക്ക് പ്രശ്നങ്ങൾ വന്നു, കൈകാലും മരവിപ്പും പ്രമേഹ സംബന്ധമായിട്ടുള്ള മറ്റു ബുദ്ധിമുട്ടുകളും വന്നപ്പോഴാണ് കാണാൻ വന്നത്. നോക്കുമ്പോഴെന്താ വെച്ചാൽ അദ്ദേഹം 6 മാസമായിട്ട് മരുന്ന് നിർത്തിയിട്ടില്ല. ഈ നമ്മുടെ സോഷ്യൽ മീഡിയ വഴി അബദ്ധങ്ങൾ പ്രചരിപ്പിക്കുന്നത് വളരെ പ്രശ്നമാണ്. ഇദ്ദേഹം ഏതോ ഒരു യൂട്യൂബ് ചാനലോ എന്തോ കണ്ടിട്ട് അദ്ദേഹം മരുന്നുകളൊക്കെ നിർത്തി. കഴിഞ്ഞ 6 മാസമായിട്ട് മരുന്നുകളെല്ലാം നിർത്തി. എന്തൊക്കെയോ പ്രകൃതി ചികിത്സയോ എന്തൊക്കെയോ സ്വന്തമായിട്ടുള്ള ചികിത്സകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഷുഗർ വളരെ കൂടുതൽ, പുള്ളി ഇപ്പം വളരെ പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. ഭാഗ്യത്തിന് കോംപ്ലിക്കേഷൻസ് ഒന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു. ബ്ലഡ് ടെസ്റ്റുകളെല്ലാം വിട്ടിരിക്കാം. മുറിവുകളോ മറ്റു കുഴപ്പങ്ങളോ തൽക്കാലത്തേക്കില്ല. അത് നമ്മൾ ഇത് അറിഞ്ഞു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഡയബറ്റീസിന് ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജ് ഉണ്ട്, ഒരു ഡയബറ്റിക് സ്റ്റേജ് ഉണ്ട്, കോംപ്ലിക്കേഷൻ സ്റ്റേജ് ഉണ്ട്.
ഇതിനകത്ത് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാവുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്നുള്ള ഒരു അവസ്ഥയിലാണ്. ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജ് നേരത്തെ കണ്ടുപിടിച്ചാൽ, പ്രമേഹം വരുന്നതിന് മുമ്പുള്ള ആ സ്റ്റേജ് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഫാമിലിയിൽ ആർക്കെങ്കിലും പ്രമേഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും മുറിവുകൾ ഉണങ്ങാതെ വരികയാണെങ്കിൽ, ഏതെങ്കിലും ഒരു കാരണവശാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഷുഗർ കൂടുതലുള്ള ഒരാളാണ്, അമ്മയുടെ ഈ പ്രഗ്നൻസിയിൽ അമ്മയ്ക്ക് ഡയബറ്റീസ് ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഡയബറ്റീസ് നേരത്തെ സ്ക്രീൻ ചെയ്ത് നോക്കും. ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 126 താഴെയും ആഫ്റ്റർ ഫുഡ് ഷുഗർ 200 താഴെയും HbA1c 6.5 താഴെ, ഇവരെയാണ് പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മൾക്ക് ഇവരെ ടാർഗറ്റ് ചെയ്താൽ അടുത്ത സ്റ്റേജിലേക്ക് ഡയബറ്റീസ് വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇവരിൽ നമുക്ക് ഭക്ഷണ ക്രമീകരണങ്ങൾ നന്നായി കൊടുക്കാം. നല്ല ഹെൽത്തി ഡയറ്റ്, വെജിറ്റബിൾസും ഫൈബറും ഉള്ള ഫ്രൂട്ട്സും ഒക്കെ ഉള്ള ഹെൽത്തി ഡയറ്റ്സും അവർക്ക് കൺസ്യൂം ചെയ്യാനായി പറ്റി അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. രണ്ടാമത്തത് എക്സസൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് പൂണ് പോലെ നമ്മൾ ചുറ്റും ശ്രദ്ധിച്ചാൽ മതി. പൂണ് പോലെ നമ്മൾ പുതിയ പുതിയ ഹോട്ടലുകൾ വരുന്നു, ജങ്ക് ഫുഡ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മൾ ഫാറ്റി ഫുഡ്സ് കൂടുതൽ കഴിക്കുന്നു, കൂടുതൽ റിഫൈൻഡ് ഷുഗേഴ്സ് കൂടുതൽ കഴിക്കുന്നു. ഇതെല്ലാം നമ്മുടെ യങ്സ്റ്റേഴ്സിനെ ഡയബറ്റീസിലേക്ക് എത്തിപ്പെടുത്തുകയാണ്, അവരെ അതിലേക്ക് നയിക്കുകയാണ്. മറ്റൊരു കാരണം കൂടി ഒന്ന് ആലോചിച്ച് നോക്കും, എക്സസൈസ് ഇല്ല. നോക്കും, 10-12 വയസ്സായ കുട്ടികൾ ഇവർ പുറത്തിറങ്ങി വ്യായാമം ചെയ്യുന്നില്ല, ഓടിക്കളിക്കുന്നില്ല. ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജ് എത്തിപ്പെടാനായിട്ട് ഈ വ്യായാമമില്ലായ്മ ഇവരുടെ മോശമായ ഭക്ഷണ രീതികളും മുന്നോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ നമ്മൾ നല്ലൊരു ഇന്റർവെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ 5-10 വർഷം നമുക്ക് ഇവരെ ഡയബറ്റിസ് വരാതിരിക്കാൻ ശ്രദ്ധിക്കാൻ സാധിക്കുന്നതാണ് എൻ്റെ ഒരു സജഷൻ. ഡോക്ടർ ജയകൃഷ്ണൻ, അദ്ദേഹം സൂചിപ്പിച്ചതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത്, പ്രമേഹം കൃത്യമായി ചികിത്സിക്കാത്ത ആളുകളുടെ എണ്ണം അത്രത്തോളം കൂടുതലാണ് എന്നതിനോടൊപ്പം തന്നെ പ്രമേഹ രോഗത്തിന് മറ്റ് ചില ചികിത്സാ രീതികൾ, ഇപ്പോൾ സയന്റിഫിക് അല്ലാത്ത ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ചില ചികിത്സാ രീതികൾ അവലംബിക്കുന്ന ആളുകളുമുണ്ട്. ചില ആളുകൾ മധുരം കഴിച്ചുകൊണ്ട് പ്രമേഹത്തെ ചികിത്സിക്കാമെന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ ഡോക്ടറെ, ചികിത്സയെ എത്തരത്തിലാണ് സമീപിക്കേണ്ടത്? ഇത്തരത്തിൽ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ചികിത്സാ രീതികളാണോ അതോ സർക്കാർ അംഗീകൃതമായ ശാസ്ത്രീയമായ ചികിത്സയാണോ നമ്മൾ അവലംബിക്കേണ്ടത്? ഒരു മരുന്ന് കണ്ടുപിടിച്ച് അതിൽ സൈഡ് എഫക്റ്റോ പ്രശ്നങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ ആ മരുന്നിന്റെ ഉൽപാദനവും വിപണനവും നിരോധിക്കും. നമ്മുടെ നാട്ടിലെ ശാസ്ത്രീയമായും അല്ലാതെയുമായിട്ടുള്ള ധാരാളം ചികിത്സാ ശാഖകൾ ഒന്നിനും എതിരല്ല. സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള ചികിത്സ തിരഞ്ഞെടുക്കാം. പക്ഷേ മിക്സോപ്പതി, അതായത് സങ്കര ചികിത്സ, അത് കൂടുതൽ അപകടത്തിലേക്ക് നയിക്കും. സോഷ്യൽ മീഡിയ വളരെ ശക്തം ആയ ഒരു കാലഘട്ടത്തിലാണ് നാം കടന്നു പോകുന്നത്, നാം ജീവിക്കുന്നത്. അപ്പൊ അതിൽ നല്ലതും ചീത്തവും ഉണ്ടാവും. അത് തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം എന്ന് പറയുന്നത് അംഗീകരിച്ച ചികിത്സാ രീതികൾ പിന്തുടരുക എന്നുള്ളതാണ്. വ്യക്തമാണ് സർ, വ്യക്തമാണ്. ഡോക്ടർ ഋഷി, നമ്മളിപ്പോൾ ടോപ്പിക്കിലേക്ക് മടങ്ങിയെത്തുകയാണെങ്കിൽ നമുക്ക് പ്രമേഹം ദീർഘകാലമായി കൃത്യമായി ചികിത്സിക്കാതിരുന്നാൽ ഉണ്ടാകാവുന്ന പ്രധാന കോംപ്ലിക്കേഷൻ, സങ്കീർണതകൾ എന്തെല്ലാമാണ്? ഇതിൽ 2 ടൈപ്പ് കോംപ്ലിക്കേഷൻ ആണ്. ഒന്ന് മൈക്രോവെസ്കുലർ, മാക്രോവെസ്കുലർ. മൈക്രോവെസ്കുലർ എന്ന് പറഞ്ഞാൽ ചെറിയ രക്തക്കുഴൽ കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻ ആണ്. ഇപ്പോൾ ഡയബറ്റിക് റെറ്റിനോപ്പത്തി, നെഫ്രോപ്പത്തി, ന്യൂറോപ്പത്തി, ഞരമ്പുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ സാധാരണ ഈ കോംപ്ലിക്കേഷൻസിനെ പറ്റി പറഞ്ഞാൽ, ഡയബറ്റീസ് എന്ന് പറഞ്ഞ ഒരു ടെർമൈറ്റ് അല്ലെങ്കിൽ ചെതൽ പോലെയാണ്. നമ്മുടെ വീട്ടിൽ ഫർണിച്ചറിലൊക്കെ ചെതലുണ്ടെങ്കിൽ നമ്മൾ അറിയത്തില്ല, സഡൻലി ഒരു ദിവസം ഇത് എല്ലാം പൊളിഞ്ഞു വീഴും. അതേപോലെ നമ്മുടെ അസ്ഥികൾക്ക് പോലും, ഇത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ അസ്ഥികൾക്ക് പോലും പ്രമേഹ രോഗം ബാധിക്കും. ഇതിൽ ഏറ്റവും മേജർ കോമൺ കോംപ്ലിക്കേഷനാണ് ഡയബറ്റിക് നെഫ്രോപ്പത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഡ്നീസിന് വരുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിൽ മെയിൻലി നമ്മുടെ കിഡ്നീസിൽ സപ്ലൈ ചെയ്യുന്ന ബ്ലഡിൻ്റെ രക്തക്കുഴൽ ഡാമേജ് ആയിട്ട്, ഷുഗർ കാരണം, ഹൈ ഷുഗർ കാരണം ഡാമേജ് ആയിട്ട് ഇതിൽ പ്രോട്ടീൻ നമ്മുടെ മൂത്രത്തിൽ കൂടെ ലോസ് ആകാൻ തുടങ്ങും. ഇത് കിഡ്നിക്ക് ഫർദർ ഡാമേജ് ചെയ്യും. അധികം പെട്ടെന്ന് ഇത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് കിഡ്നി ഫെയിലിയർ വരെ, റീനൽ ട്രാൻസ്പ്ലാന്റിന്റെ സ്റ്റേജ് വരെ ആകാൻ സാധ്യതയുണ്ട്. അതേപോലെ നമ്മുടെ കണ്ണിന്റെ രക്തക്കുഴൽ, റെറ്റിനോപ്പത്തി എന്ന് പറയുന്നത്, അതിൽ ഇതേപോലെ തന്നെ കുഴലിൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ പെർമനൻ്റ്ലി ബ്ലൈൻഡ് വരെ ആകാനുള്ള സാധ്യതകളുണ്ട്. കംപ്ലീറ്റ്ലി കണ്ണുകാഴ്ച പോകാനുള്ള സാധ്യതയുണ്ട്. മാക്രോവെസ്കുലർ എന്ന് പറഞ്ഞാൽ മേജർ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഇതൊക്കെയാണ് മേജർ കോംപ്ലിക്കേഷൻസ് പറയുന്നത്.
സോ അത് കാരണമാണ് ഇതിനെ ഒരു സൈലന്റ് കില്ലർ എന്ന് പറയുന്നത്. വ്യക്തമാണ് ഡോക്ടർ. നമുക്ക് ഒരു ഇടവേളയ്ക്ക് സമയമായി വളരെ വേഗം തിരിച്ചെത്താം. ഡോക്ടറോട് ചോദിക്കാം. ഷോ ക്രെഡിറ്റ്സ്. ജോസ്കോ ബാംഗ്ലൂരു ഡിക്കൻസൺ റോഡ് ഷോറൂമിൽ വാർഷികാഘോഷം. ഓക്സിജൻ മെഗാ ലാപ്ടോപ്പ് സെയിൽ. എളുപ്പം വൃത്തിയാക്കാവുന്ന ഇന്റീരിയർ എമൽഷൻ ആംകോ സാംക്ലീൻ. തുടരുന്നു. പ്രമേഹം തിരിച്ചറിയാത്തവരും തിരിച്ചറിഞ്ഞിട്ടും കൃത്യമായി നിയന്ത്രിക്കാത്തവരും അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങളാണ് ഇന്ന് ഡോക്ടർമാരോട് ചോദിച്ച് മനസ്സിലാക്കുന്നത്. പ്രമേഹത്തിന്റെ സങ്കീർണതകൾ എങ്ങനെ കുറയ്ക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാം എന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. പ്രമേഹം മൂലം കാലുകൾക്കുണ്ടാകുന്ന പ്രമേഹ പാദരോഗങ്ങളെക്കുറിച്ച്. ഇപ്പോൾ ഒരു പ്രമേഹ രോഗി, ഇത്തരത്തിൽ ദീർഘകാലമായി പ്രമേഹമുള്ള കൃത്യമായ ചികിത്സ ലഭിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലൈസേഷന് ഒരു പ്രധാന കാരണമാകുന്നത് ഈ കാലുകളിലുണ്ടാകുന്ന വ്രണങ്ങളോ മുറിവുകളോ അല്ലെങ്കിൽ ഈ ഡയബറ്റിക് ഫുഡ് എന്ന് പറയുന്ന അസുഖമാണ്. ഡോക്ടർ, എന്താണ് ഈ അവസ്ഥ? എത്തരത്തിലാണ് ഈ അവസ്ഥയിലേക്ക് എത്തുന്നത്? അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാം. ഡയബറ്റിക് ഫുഡ് സത്യം പറഞ്ഞാൽ ഞങ്ങള് MD ഒക്കെ ചെയ്ത കാലത്ത് വളരെയധികം കണ്ടിരുന്ന ഒരു സംഭവമാണ്. പക്ഷേ പുതിയ പുതിയ ചികിത്സകൾ വന്നതിന് ശേഷം ഇൻസുലിനും പുതിയ മെത്തഡോളജിയും അതുപോലെ തന്നെ ആളുകൾക്കുള്ള അവയർനെസ്സും കൂടി വന്നതിന് ശേഷം ഡയബറ്റിക് ഫുഡ് അഥവാ പ്രമേഹജന്യ പാദരോഗങ്ങളുടെ എണ്ണം വളരെ കുറഞ്ഞു തുടങ്ങി. പക്ഷെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ലീഡിങ് കോസ് ഓഫ് ഡെത്ത് ആംപുട്ടേഷൻ ഒക്കെയാണ് എന്ന് പറയുന്നത്. അതായത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുകയും അതുമൂലം ചെറിയ രക്തഞരമ്പുകളും ഡാമേജ് വരിക, വലിയ ഞരമ്പുകൾക്ക് ബ്ലോക്ക് വരിക എന്നീ അവസ്ഥകൾ വരുമ്പോൾ മുറിവുകൾ ഉണ്ടാവുകയും മുറിവുകൾ ഉണങ്ങാതെ വരികയും മുറിവുകളിൽ നിന്ന് അൾസർ വരികയും അൾസർ വലുതാവുകയും അത് കൂടുതൽ സങ്കീർണമാവുകയും ഇൻഫെക്ഷൻസ് വരികയും അതിൽ നിന്ന് വിരലുകളും പാദങ്ങളും കാലുകളും മുറിച്ചു കളയുന്ന അവസ്ഥയാണ് ഡയബറ്റിക് ഫുട്ട് എന്ന് പറയുന്നത്, അഥവാ പ്രമേഹജന്യ പാദരോഗം എന്ന് പറയും. ഈ ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്രമേഹം കൃത്യമായിട്ട് നിയന്ത്രണ വിധേയമല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. അറ്റ് ദ ഏർലിയസ്റ്റ് എന്ന് പ്രമേഹം കണ്ടുപിടിച്ചോ അന്ന് തൊട്ട് ചികിത്സ ആരംഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സകളിലൊന്ന്. പ്രമേഹം നിയന്ത്രണ വിധേയമായി കഴിഞ്ഞാൽ ഇത് വരാതിരിക്കാൻ, പ്രമേഹജന്യ പാദരോഗം അതായത് ഡയബറ്റിക് ഫുഡ് വരാതിരിക്കാൻ സാധിക്കും, ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ സാധിക്കും. ഇനി പുകവലി, മദ്യപാനം ഇത്യാദി പ്രശ്നങ്ങളിൽ ഈ പ്രശ്നങ്ങൾ, അതായത് ഈ പ്രമേഹജന്യ പാദരോഗം ഡയബറ്റിക് ഫുഡിനെ വളരെയധികം കുഴപ്പത്തിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ കാലിൽ മുറിവുണ്ടെങ്കിൽ മുറിവുള്ള കാലുകൾ വളരെയധികം ശ്രദ്ധിക്കുകയും അതിൽ ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുകയും മുറിവ് ഉണങ്ങാൻ സഹായകരമായ ചികിത്സകൾ, പൊടിയാട്രി ചികിത്സകൾ അതിനുവേണ്ടി ഏർപ്പെടുത്തുകയും ചെയ്യണം. അല്ലെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ കാലുകൾ മുറിച്ചു കളയുകയും വിരലുകൾ മുറിച്ചു കളയുകയും ചെയ്യേണ്ടതായ അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. ഡോക്ടർ ഋഷി, താങ്കൾ കുറച്ചു മുന്നേ സൂചിപ്പിച്ചതിൽ ഒരു സുപ്രധാനമായ കാര്യം, ദീർഘകാലമായ അനിയന്ത്രിതമായ പ്രമേഹം മൂലമുണ്ടാകുന്ന വൃക്കയിലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് അഥവാ ഡയബറ്റിക് നെഫ്രോപ്പതി. പലപ്പോഴും നമ്മൾ പ്രമേഹത്തിന് മരുന്ന് കഴിക്കാൻ പറയുമ്പോൾ ആളുകൾ മടിക്കുന്ന, ഒത്തിരി മരുന്ന് കഴിച്ചാൽ കിഡ്നിക്കൊക്കെ കേടാവുമെന്ന് കേട്ടിട്ടുണ്ട് എന്നൊക്കെയാണ്. പ്രമേഹത്തിൻ്റെ മരുന്നുകൾ കൊണ്ട് വൃക്കകൾക്ക് തകരാറുണ്ടാകും എന്നൊരു തെറ്റിദ്ധാരണ പുലർത്തുന്ന ഒരുപാട് പേർ നമുക്കിടയിലുണ്ട്. ഡോക്ടറെ, അതാണോ അതോ നേരെ തിരിച്ചാണോ സംഭവിക്കുന്നത്? അത് ആക്ച്വലി ഒരു തെറ്റിദ്ധാരണ തന്നെയാണ്. അത് നേരെ തിരിച്ചാണ്. നമ്മൾ ഒരു വൃക്കകൾക്ക് അല്ലെങ്കിൽ കിഡ്നീസിന് ഒരു അസുഖം ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യുന്നത്. ഷുഗറിനെക്കാട്ടിലും വലിയ സൈഡ് എഫക്ട്സ് ഒരു മരുന്നിനും ഇല്ല. സോ ഷുഗർ അൺകൺട്രോൾഡ്, പ്രമേഹ രോഗം അൺകൺട്രോൾഡ് ആയി പോയാൽ ഇതിൽ ഏറ്റവും കോമൺ കോസ് ആണ് ഈ ഡയബറ്റിക് നെഫ്രോപ്പത്തി എന്ന് പറയുന്ന കണ്ടീഷൻ. ഇന്നത്തെ കാലത്ത് ഇതിനെ പറയുന്നത് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഇഞ്ചുറി എന്നാണ് പറയുന്നത്. നമ്മൾ കംപ്ലീറ്റ് കിഡ്നി ഡിസീസ്, ഇത് കംപ്ലീറ്റ് ഒരു ഡാമേജിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇത് ഷുഗർ അൺകൺട്രോൾ ആയി പോയാൽ. സോ പണ്ടത്തെ നമ്മുടെ ഫോൺ ഇപ്പോൾ കുറേ മാറി, ഇപ്പോഴത്തെ സ്മാർട്ട് ഫോൺസ് ഒക്കെ ആയി. അതേപോലെ മരുന്നുകളും അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ മരുന്നുകൾ, ഷുഗറിൻ്റെ മരുന്നുകൾ ഉണ്ടാക്കുന്നത് സൈഡ് എഫക്ട്സ് അല്ല, കൂടുതൽ ഗുണം ചെയ്യാൻ വേണ്ടിയാണ്. ലൈക്ക് ചില നെഫ്രോളജിസ്റ്റ് അല്ലെങ്കിൽ കിഡ്നി സ്പെഷ്യലിസ്റ്റ് ഷുഗറിന്റെ ചില മരുന്നുകൾ കിഡ്നിയുടെ അസുഖത്തിന് കൊടുക്കുന്നുണ്ട്, കിഡ്നി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി. അതേപോലെ കാർഡിയോളജിസ്റ്റ് ഹാർട്ട് ഫെയിലിയറിന് വരെ ചില ഡയബറ്റിക് മെഡിസിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഫോർഗെറ്റ് അബൌട്ട് ദ സൈഡ് എഫക്ട്സ്. ഇതിപ്പോൾ കൂടുതൽ ഗുണം ചെയ്യുന്ന മരുന്നുകളാണ്. അപ്പോൾ ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ഷുഗർ കൺട്രോൾ ചെയ്താൽ ഒരിക്കലും കിഡ്നിയുടെ അസുഖം ഷുഗർ കാരണം ഒരിക്കലും ഉണ്ടാകത്തില്ല. ഡെഫിനറ്റ്ലി.
വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ ജയകൃഷ്ണൻ, ഇതുപോലെ തന്നെ ദീർഘകാലമായ പ്രമേഹത്തിൻ്റെ മറ്റൊരു പാർശ്വഫലമാണ് കണ്ണുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി. ഡോക്ടറെ, ഈ അവസ്ഥ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? എപ്പോഴൊക്കെയാണ് കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മുടെ ഏത് പ്രായത്തിലും വന്നേക്കാം, അത് ഡയബറ്റീസുമായി ബന്ധപ്പെട്ട കാഴ്ച പ്രശ്നമാണ് എന്ന് എങ്ങനെ തിരിച്ചറിയും? പൂർണ്ണമായും പ്രമേഹം നിയന്ത്രണത്തിൽ നിർത്തുക, നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണത്തിൽ നിർത്തുക. നമ്മുടെ കണ്ണിന്റെ കാഴ്ച പല കാരണങ്ങൾ കൊണ്ട് കുറയാമെങ്കിലും കണ്ണിന്റെ നരമ്പുകളെ ബാധിച്ചിട്ടാണ് കണ്ണിന്റെ കാഴ്ച കുറയുന്നത്. അതിനുള്ള ഒരു കാരണം അങ്ങനെ കാഴ്ച കുറയുന്നതിന്റെ പ്രധാന കാരണം അനിയന്ത്രിതമായ പ്രമേഹം. അപ്പം കണ്ണ് ഡോക്ടറെ കാണിക്കുമ്പോൾ, കാഴ്ച കുറയുമ്പോൾ കാണിക്കുമ്പോൾ അവർ ചോദിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പ്രമേഹ ബാധിതനാണ്, ഇത്ര വർഷമായി എനിക്ക് പ്രമേഹമുണ്ട്, അതുകൊണ്ടാണ് ഡോക്ടറെ കാണാൻ വന്നത്. 6 മാസത്തിലൊരിക്കൽ, സാധിച്ചില്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ നിർബന്ധമായും ആ രീതിയിലുള്ള പരിശോധന നാം നടത്തേണ്ടതുണ്ട്. തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചാലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പരിശോധന നടത്തി മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ നിന്നും നമുക്ക് രക്ഷ നേടാനാകും. ഡോക്ടർ ഋഷി, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതിൽ നിന്ന് വളരെയധികം ഭയക്കേണ്ട ഹൃദ്രോഗം, പക്ഷാഘാതം പോലെയുള്ള കോംപ്ലിക്കേഷൻസിനും അപകടങ്ങൾക്കും മരണത്തിന് വരെ സാധ്യമാകുന്ന തരത്തിൽ പ്രമേഹം നയിച്ചേക്കാം. ഡോക്ടർ, ആ ഒരു അവസ്ഥ കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടേ നമ്മൾ പ്രമേഹ ചികിത്സയെ മനസ്സിലാക്കാൻ? ഡെഫിനറ്റ്ലി. നമ്മൾ മെഡിക്കൽ ടേമിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. ഒരു അസുഖം വരുന്നതിനെക്കാട്ടിലും മുമ്പ് അതിനെ പ്രിവെന്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പം പ്രീ ഡയബറ്റീസ് അല്ലെങ്കിൽ ഷുഗറിന്റെ ഒരു തുടക്കം, നമ്മളിപ്പോ ഡോക്ടർ പറഞ്ഞ പോലെ പ്രീ ഡയബറ്റീസ് തന്നെ അന്ന് ആ ടൈമിൽ തന്നെ അതിനെ തടഞ്ഞാൽ തന്നെ ഇത് കുറെ വർഷത്തേക്ക് നമുക്ക് പിന്നെ ഷുഗർ വരാൻ സാധ്യത വളരെ കുറവാണ്. ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഏറ്റവും കൂടുതൽ ഇത് ഹെറിഡിറ്ററി എന്ന് പറഞ്ഞാൽ പൈതൃകം ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് ചില ലൈഫ് സ്റ്റൈല് മോഡിഫൈ ചെയ്തിട്ട് നമ്മുടെ ചില ആക്ടിവിറ്റീസ്, ഹെൽത്തി ആക്ടിവിറ്റീസിലേക്ക് ഫോക്കസ് ചെയ്താൽ തന്നെ നമുക്ക് ഈ ഹെറിഡിറ്ററി തന്നെ നമുക്ക് തടയാൻ പറ്റും. ആദ്യം തന്നെ ഷുഗറിനെ വെൽ കൺട്രോൾ ചെയ്താൽ തന്നെ ഇതേപോലെ കാർഡിയക് അല്ലെങ്കിൽ സ്ട്രോക്ക് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യത വളരെ കുറവാണ്. നമ്മുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ തന്നെ അഡോപ്റ്റ് ചെയ്താൽ തന്നെ. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ കുറെ പേർക്ക് അറിയാത്തൊരു കാര്യമാണ്, എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഫുഡിലാണ്. ഞാൻ ഫുഡ് വളരെ കുറവാണ് കഴിക്കുന്നത്, എന്നാലും എനിക്ക് ഷുഗർ ഉണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ പേഴ്സണലി പേഷ്യൻസിനെ കാണുന്ന സ്ട്രെസ് ലെവൽ കൂടിയിട്ടാണ് ഡയബറ്റീസ് ഉള്ളത്. രാത്രി ഉറക്കം, ഞാൻ നേരെ ചോദിക്കുന്ന ഒരു ഫുഡിനെക്കാട്ടിലും മുമ്പ് ഞാൻ ചോദിക്കുന്നത് ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് മെയിൻലി പറയും ഉറക്കം വളരെ ഡിസ്റ്റർബ്ഡ് ആണ്, പക്ഷെ ഞാൻ ഫുഡ് അത് പോരാ. ഇതൊരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ചാണ്. കൃത്യം ടൈമിൽ ഉറങ്ങുക, 7-8 മണിക്കൂർ കണ്ടിന്യൂസ്ലി ഉറക്കം വേണം, സ്ട്രെസ് ഫ്രീ ലൈഫ് ജീവിക്കണം, കൃത്യം ടൈമിൽ ഭക്ഷണം കഴിക്കുക, കൃത്യം ടൈമിൽ ഉറങ്ങുക. ഇതേപോലെ ഡയബറ്റീസ് കോംപ്ലിക്കേഷൻസ് ഒരിക്കലും ഉണ്ടാകത്തില്ല. ഡയബറ്റീസ് തന്നെ നമുക്ക് തടയാൻ പറ്റും. ഡോക്ടർ വിനു, ഇപ്പോൾ പൊതുവേ നമുക്കൊരു ധാരണയുണ്ട് ചായയിലെ പഞ്ചസാരയും അല്ലെങ്കിൽ ചോറിൻ്റെ അളവും ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രമേഹം കൺട്രോളിലാകുമെന്ന്. അപ്പോൾ ഈ പഞ്ചസാരയും ചോറും ഒന്നും മാത്രമല്ല വില്ലന്മാർ, അതിനപ്പുറത്തേക്ക് ദീർഘകാലമായി നമുക്ക് ഉണ്ടാവാനിടയുള്ള സങ്കീർണതകളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത്. അത്തരത്തിൽ പ്രമേഹത്തെ വളരെ പോസിറ്റീവായി മാനേജ് ചെയ്യേണ്ടത് എത്തരത്തിലാണ്? പ്രമേഹം ഒരു പാരമ്പര്യം ഉള്ള രോഗമാണ്. പ്രമേഹം നമ്മുടെ ജീവിതശൈലി രോഗമാണ്. മറ്റു പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ജനറ്റിക്സ് കൊണ്ടിട്ട് പ്രമേഹം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രീ ഡയബറ്റിക് സ്റ്റേജിനെ പറ്റി പറഞ്ഞു. പ്രീ ഡയബറ്റിക് സ്റ്റേജിനെ നമ്മൾ ടാക്കിൾ ചെയ്തു. ഇനി ഡയബറ്റീസ് ആയിട്ടുണ്ട്, ഡയബറ്റീസിന്റെ നമ്മൾ കോംപ്ലിക്കേഷൻസിനെ പറഞ്ഞു. ഈ കോംപ്ലിക്കേഷൻസ് എല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ അറിയാം. ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3-4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഡയറ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫൈബറും വെജിറ്റബിൾസും അതുപോലെ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ ആയിട്ടുള്ള ഡയറ്റ് കൺസ്യൂം ചെയ്യുക. ഈ അന്നജത്തിന്റെ അളവ് കുറയ്ക്കുകയും പ്രോട്ടീൻസ് കൂടുതൽ ഉൾപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന ഡയറ്റ് നമ്മൾ സ്വീകരിക്കണം. 1. രണ്ടാമത്തത് വ്യായാമം. കൃത്യമായി 45 മിനിറ്റ് നല്ല സ്പീഡിൽ നടക്കും. 10 മിനിറ്റ് കൊണ്ട് ഏകദേശം 2 കിലോമീറ്റർ എങ്കിലും സ്പീഡിൽ നടക്കാൻ പറ്റുന്ന സ്പീഡിൽ നടക്കുക, വ്യായാമം ചെയ്യുക. ഒരു 30 to 45 മിനിറ്റ്സ് പെർ ഡേ എക്സസൈസ് ചെയ്യാം. നടത്തമാവാം, വെയിറ്റ് ട്രെയിനിങ് ആവാം. വെയിറ്റ് ട്രെയിനിങ് നല്ലതാണെന്നാണ് ഈയിടെ കണ്ടുപിടിക്കുന്നത്. സ്വിമ്മിങ്, സൈക്ലിംഗ്, ഏത് വിധത്തിലുള്ള വ്യായാമം കൃത്യമായിട്ട് ചെയ്യുക. ആഴ്ചയിൽ 5 തൊട്ട് 6 ദിവസം വരെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. 2. മൂന്നാമത്തതും മെഡിസിൻസ്. നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്ന മെഡിസിൻസ് കൃത്യമായി
മരുന്നുകൾ കൃത്യമായി കഴിക്കുക, കൃത്യമായ ഇടവേളകൾ കൃത്യമായി കഴിക്കുക. അത് മാത്രമല്ല കൃത്യസമയ അളവുകളിൽ, അതായത് കൃത്യ ഇന്റർവെൽസിൽ ഷുഗർ നോക്കണം. നമ്മുടെ ബ്ലഡ് ഷുഗർ എത്രയുണ്ട്, പ്രമേഹം ഏത് ലെവലിൽ നിൽക്കുന്നു, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എത്രയാണ്, ആഫ്റ്റർ ഫുഡ് എത്രയാണ്, HbA1c 3 മാസത്തെ ആവറേജ് ഷുഗർ ഏത് ലെവലിൽ പോകുന്നു, അത് കൃത്യമായിട്ട് നോക്കുകയും അതിനനുസരിച്ച് മോഡിഫിക്കേഷൻസ് വരുത്തുകയും ചെയ്യണം. ഇൻസുലിൻ ആണ് ഡോക്ടർ നിങ്ങൾക്ക് വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്തെങ്കിൽ ഇൻസുലിൻ കൃത്യമായിട്ട് എടുക്കുകയും വർഷങ്ങളിൽ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴോ ഇതിന്റെ കോംപ്ലിക്കേഷൻസ് നോക്കുക. കണ്ണ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ നോക്കുക, കിഡ്നിക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടോ നോക്കുക, ഫാറ്റി ലിവർ ഉണ്ടോ നോക്കുക, ECG എടുക്കുക. 1-2 വർഷങ്ങൾ കൂടുമ്പോൾ TMT എടുത്ത് നോക്കുക. മറ്റ് കുഴപ്പങ്ങൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടോ നോക്കുക. പാദങ്ങൾ ദിവസവും ശ്രദ്ധിക്കുക. മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായി മാനേജ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് പ്രമേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടർ ജയകൃഷ്ണൻ, താങ്കൾക്ക് എന്തെങ്കിലും സൂചിപ്പിക്കാനുണ്ടോ? എത്രയും വേഗം നിങ്ങൾ ചികിത്സ ആരംഭിക്കുന്നുവോ അത്രയും മികച്ചതാണ് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സങ്കീർണതകൾ തടയുവാനുമുള്ള നമ്മുടെ സാധ്യത. അപ്പോൾ നമ്മൾ എപ്പോഴും പോസിറ്റീവായി തുടരുക. ശരിയായ പരിചരണവും പിന്തുണയും ഉണ്ടെങ്കിൽ പ്രമേഹബാധിതനായ ഒരാൾക്ക്, പ്രമേഹ രോഗി എന്നല്ല പറയുന്നത്, പ്രമേഹബാധിതനായ ഒരാൾക്ക് പൂർണ്ണവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുവാൻ സാധിക്കും. പ്രമേഹ രോഗം ഉള്ള ആൾക്കാർക്കൊരു എപ്പോഴും ഒരു വിഷമമുണ്ട്, ഞങ്ങൾക്ക് പ്രമേഹ രോഗമായി, അപ്പോൾ ലൈഫ് ചേഞ്ച് ആയി. സത്യം പറഞ്ഞാൽ എൻ്റെ പല പേഷ്യൻസും 86-88 വയസ്സൊക്കെ ഉള്ള നടന്നു വരുന്ന പേഷ്യൻസ് ആണ്. അവരൊക്കെ നല്ല ഹെൽത്തി ജീവിതം ജീവിക്കുന്നുണ്ട്. ഷുഗർ കൺട്രോൾ ആണെങ്കിൽ, പ്രമേഹ രോഗം ഈ ഷുഗറിന്റെ ലെവൽ കൺട്രോൾ ആണെങ്കിൽ നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസിക്കോ അതോ ക്വാളിറ്റി ഓഫ് ലൈഫിനോ ഒരിക്കലും ബാധ്യത വരത്തില്ല. താങ്ക് യു സർ. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ ഡോക്ടർമാർക്കും വളരെയധികം നന്ദി. വളരെ വിശദമായി നമ്മളോട് സംസാരിച്ചു. പ്രോഗ്രാം അവസാനിക്കുകയാണ്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നമസ്കാരം.